ഫ്രണ്ട്സ്, അങ്ങനെ ഇതാ ഒരു ക്രിസ്മസും കൂടെ വരവായി. അപ്പൊ ഞങ്ങളും അതിന് വേണ്ടിയിട്ട് കുറച്ച് ട്രീയും അതുപോലെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും അത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ട്രീ സെറ്റ് ചെയ്യാൻ പോവാം. അങ്ങനെ ദേ ട്രീ നമ്മൾ പെട്ടിന്ന് എടുക്കാണ് കേട്ടോ. നമുക്കിങ്ങനെ വാങ്ങിക്കുമ്പോൾ പാർട്സ് ആയിട്ടാണ് ട്രീ കിട്ടുക. പിന്നെ അത് നമ്മൾ ജോയിൻ ചെയ്താണ് ഒരു ട്രീ ആക്കി എടുക്കേണ്ടത് കേട്ടോ. എൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അതെനിക്കൊരു ജലദോഷം വന്നതിൻ്റെയാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് ട്രീ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് എവിടെ ഇതിന്റെ സംഭവം? ആ, കിട്ടി 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 ഇതേ ഇതാ. ആ, ഇതാണ് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് സ്ക്രൂ ചെയ്യണ്ടേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ട്രീ അല്ല വാങ്ങിക്കാറ്. നമ്മൾ നാച്ചുറലായിട്ട് മരം വെട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ചെയ്തായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റത്തെ ക്രിസ്മസ് ആണിത്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഫസ്റ്റത്തെ ക്രിസ്മസ് ആണ് ജർമ്മനിയിൽ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇതെല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എങ്ങനെ ചെയ്യാമെന്ന് രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് എങ്ങനെ ഈ സംഭവം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് കണ്ടുപിടിച്ചു ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. ആ ബ്രൗഷർ നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ ട്രീ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷിയോണാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത്ര അങ്ങോട്ട് വശമില്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലും ആളെ കൊണ്ട് പറ്റണ പോലെ അത് വെച്ച് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ട്രീ ഒക്കെ ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞു. അപ്പോഴാണ് ഇത് ഈ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഷിയോൺ മൂലയ്ക്ക് അത് നീക്കി വെക്കാനായിട്ട് എടുത്തപ്പോഴേക്കും ട്രീ പകുതിയിൽ തന്നെ ആളങ്ങോട്ട് എടുത്തു മാറ്റി. അപ്പൊ നമ്മൾ ഈ ബോൾസ് ക്രിസ്മസ് ട്രീയിൽ ഇടാൻ പോകാണ് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ വീണ്ടും ബാക്ക് ടു വർക്ക് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ട്രീയിൽ ബോൾസ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബോൾസ് റെഡ് കളറും അതുപോലെ ഗോൾഡൻ കളറുമാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു ഫോട്ടോ, പിന്നെ അതല്ലാതെ സ്റ്റാർസ്, പിന്നെ അതുപോലെ തന്നെ വേറെ ഡെക്കറേഷൻ ഐറ്റംസ്, അങ്ങനെ എല്ലാം കൂടെ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഷിയോൻ്റെയും ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ഇത് ചെയ്യാനായിട്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാരാണ് ഇത് കൂടുതലും ചെയ്തു തരുന്നത്. പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ഫസ്റ്റത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ചെയ്യാനായിട്ട്. രണ്ടുപേരും നല്ല ഉഷാറിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തത്. ഈ ക്രിസ്മസ് ട്രീ വെക്കാനായിട്ട് ഞാൻ ഷിയോൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചപ്പോൾ ഷിയോൺ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ആൾ പറഞ്ഞത് എൻ്റെ അടുത്ത് 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, ഇത് ഞാൻ പെട്ടെന്ന് തീർക്കുമെന്നായിട്ട് പറഞ്ഞത്. പക്ഷെ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് വന്ന് എല്ലാ പണിയും തുടങ്ങി, ബോൾസ് എല്ലാം ഇട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം 2.5-3 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ഇതിനകത്ത് ഏകദേശം ടൈം ഞങ്ങളുടെ ചിലവായിട്ടോ. അപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി ഇത് 5 മിനിറ്റ് കൊണ്ട് നടക്കണ കാര്യമല്ല എന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ വർത്തമാനങ്ങളും എല്ലാം പറഞ്ഞതേ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയിലെ അലങ്കാര പണികളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഷിയോൺ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്, എന്ത് ചോദിച്ചാലും അത് ചെയ്തു തരും. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ട്രീയുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇതേ ട്രീയുടെ ഏറ്റവും മേലെ നമ്മളിതേ ഈ ഒരു കുരിശ് സംഭവം വെക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് ട്രീയുടെ അത്ര ഹൈറ്റ് ഇല്ലാത്ത കാരണം എനിക്ക് ഈ സ്റ്റാർ അതിൻ്റെ മേലെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഷിയോണാണ് കേട്ടോ സ്റ്റാർ അതിൻ്റെ മേലെ വെച്ചിരുന്നത്. ആ, ചുറ്റും ഇങ്ങനെ വരഞ്ഞിട്ടാൽ മതി. അങ്ങനെ ദേ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ലൈറ്റ് ഇടൽ. ലൈറ്റ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് അത് കത്തണത് കാണാൻ അതിനേലേറെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ ലൈറ്റ്സ് ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ഇങ്ങനെ വരഞ്ഞതേ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവസാന ഭാഗത്തിലേക്കുള്ള ത്രില്ലിങ്ങിലാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതേ ഈ ഒരു സംഭവം കൂടെ, മേരി ക്രിസ്മസ് എഴുതിയ ഒരു സംഭവം കൂടെ നമ്മളിവിടെ ഹാങ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ദേ ഇവനെയും കൂടെ ഇവിടെ ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഡെക്കോർ കലാപരിപാടികൾ ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ട്രീ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മേരി ക്രിസ്മസും ഹാങ് ചെയ്തു. അങ്ങനെ ദേ ട്രീയിൽ ലൈറ്റ് ഇട്ട് ഇതാണ് നമ്മുടെ ട്രീയുടെ ഫൈനൽ ടച്ച് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് പറഞ്ഞോളൂ കേട്ടോ, ട്രീ കാണാൻ ഭംഗിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ദേ ലൈറ്റ് ഇട്ട് ട്രീ എല്ലാവരും കണ്ടോളൂ. അങ്ങനെ ദേ ഞങ്ങളുടെ ട്രീ ഒക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ.
അങ്ങനെ ഇതാ ഞങ്ങളുടെ ക്രിസ്മസിന്റെ ട്രീ ഒക്കെ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ചൂസ്.